ഹലോ പ്രിയ പ്രേക്ഷകരെ, എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ മലയാളം എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ ഞാനൊരു 5 ഓപ്ഷൻ യൂട്യൂബ് നമുക്ക് തരുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ അൽഗോരിതത്തെ ഇപ്പോൾ 2026 വലിയ രീതിയിൽ സഹായിക്കുന്നില്ലെങ്കിൽ പോലും സഹായിക്കുന്നില്ല എന്ന് പറയുന്നില്ല, സഹായിക്കുന്നുണ്ട്. വലിയ രീതിയിൽ നമ്മളെ ഹെൽപ്ഫുൾ ആവുന്നില്ലെങ്കിലും നിങ്ങളുടെ വീഡിയോ അൽഗോരിതത്തെ മുന്നോട്ട് നയിക്കുന്നത്, ഏറ്റവും കൂടുതൽ വ്യൂസിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും ഓഡിയോ റിട്ടൻഷൻ ആണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി ഒരു 5 ഓപ്ഷനുകൾ ഞാൻ പറയാം. ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉള്ള ഈ 5 ഓപ്ഷനുകൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. ഇതിൽ നിങ്ങൾ ചിലത് നിർബന്ധമായിട്ട് കൊടുക്കണം, ചിലത് ഓപ്ഷണൽ ആണ്. ചിലത് കൊടുത്താൽ നിങ്ങൾക്ക് പണി കിട്ടും, ചിലത് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും എന്നുള്ള രൂപത്തിലാണ്. അപ്പൊ ഏതെല്ലാമാണ് ഈ 5 ഓപ്ഷനുകൾ എന്നുള്ളത് വളരെ ലളിതമായി വേഗത്തിൽ നമുക്ക് പറഞ്ഞു തീർക്കാം. 1 അൾട്ടേർഡ് കണ്ടന്റ്, 2 കൊളാബറേഷൻ, 3 ലൊക്കേഷൻ, 4 ടാഗ് പ്രൊഡക്റ്റ്, 5 പെയ്ഡ് പ്രൊമോഷൻ. ഈ 5 എണ്ണം എത്തരത്തിലാണ്, ഇതെല്ലാം നിങ്ങൾ എങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ്. ഇതിലൊന്ന് അൾട്ടേർഡ് കണ്ടന്റ് എന്നുള്ളതാണ്. ഈ അൾട്ടേർഡ് കണ്ടന്റ് നിങ്ങൾ കൊടുക്കണമോ കൊടുക്കണ്ടേ, അത് ഒഴിവാക്കണമോ? തീർച്ചയായിട്ടും ഈ അൾട്ടേർഡ് കണ്ടന്റ് എന്നുള്ളത് നിർബന്ധമായിട്ടും നിങ്ങൾ കൊടുക്കണം എന്നുള്ള കാര്യമാണ്. ഇവിടെ അൾട്ടേർഡ് കണ്ടന്റ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൽ ഒരിക്കലും ഇത് ബാധിക്കാതെ പോയെന്ന് വരാം. പക്ഷെ നിങ്ങളൊരു അൾട്ടേർഡ് കണ്ടന്റ് വീഡിയോസ് ഇടുകയും അത് നിങ്ങൾ അതിന് ആ ഓപ്ഷൻ നിങ്ങൾ ഒഴിവാക്കുകയും സ്ഥിരമായി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചാനലിനെ ഇത് നന്നായി ബാധിക്കുമെന്ന് മാത്രമല്ല, ആ വീഡിയോസ് ഡിലീറ്റ് ആവുകയും പിന്നീട് മറ്റു വല്ല ചാനൽ തുടർ നടപടികളിലേക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ നീങ്ങും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, അൾട്ടേർഡ് കണ്ടന്റ് യെസ് ഓർ നോ എന്നുള്ളത് ഓപ്ഷൻ ഒഴിവാക്കാതിരിക്കുക, കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു ഓപ്ഷൻ പറയുന്നത് പെയ്ഡ് പ്രൊമോഷൻ എന്നുള്ള ഒരു ഓപ്ഷനാണ്. ഈ പെയ്ഡ് പ്രൊമോഷൻ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ കൊടുക്കണമോ വേണ്ടയോ? നിർബന്ധമായിട്ടും നിങ്ങൾ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ഫില്ല് ചെയ്യണമെന്നാണ്. കാരണം ഇവിടെ പെയ്ഡ് പ്രൊമോഷൻ എന്നുള്ളത് നിങ്ങൾ കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും ഉണ്ടാവില്ല. ഏത് സമയം വരെ നിങ്ങളൊരു പെയ്ഡ് പ്രൊമോഷൻ വർക്ക് ചെയ്യുന്നത് വരെ. പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ അതായത് നിങ്ങൾ ഒരു കമ്പനിയിൽ നിന്ന് പണം വാങ്ങി ചെയ്യുന്ന വീഡിയോ, ഒരു വ്യക്തിയിൽ നിന്ന് പണം വാങ്ങി ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ചെയ്യുന്ന വീഡിയോ, അല്ലെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നോ ഒരു കമ്പനിയിൽ നിന്നോ ഒരു പ്രൊഡക്റ്റ് ഫ്രീ ആയി നിങ്ങൾ സ്വീകരിക്കുകയും അതിനെ കുറിച്ച് ചെയ്യുന്ന വീഡിയോ, ഇതിനെയാണ് ഇത്തരം വീഡിയോസുകൾ നിയമപരമായും ഇത്തരം വീഡിയോസുകൾ ഈ പരസ്യ വീഡിയോസുകളാണെന്ന് പറഞ്ഞു ചെയ്യണം എന്നുള്ളത് നിയമപരമാണ് ഒന്ന് എന്നുള്ളത് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും യെസ് ഓർ നോ എന്നുള്ളത് കൊടുക്കണം എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് വില്ലനായി വരുന്നത്, നിങ്ങൾ ഒരു പെയ്ഡ് വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്ഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ അത് യൂട്യൂബിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും അതിനും നിങ്ങൾക്ക് ആ ഒരു വീഡിയോസ് ഡിലീറ്റ് ചെയ്യപ്പെടാം, ചാനലിൽ നടപടി എടുക്കപ്പെടാം. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ഈ 2 പ്രൊഡക്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു, യെസ് കൊടുക്കണം. ഒന്ന് അൾട്ടേർഡ് കണ്ടന്റ്, മറ്റൊന്ന് പെയ്ഡ് പ്രൊമോഷൻ. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ലൊക്കേഷൻ നിങ്ങൾ കൊടുക്കണമോ കൊടുക്കണ്ടയോ? അത് ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് കൊടുക്കാം, കൊടുക്കാതിരിക്കാം. എന്തിനാണ് ലൊക്കേഷൻ കൊടുക്കുന്നത്? ആ ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക സ്ഥലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൊക്കേഷൻ കുറച്ചുകൂടെ വീഡിയോസ് കയറി പോവാൻ റീച്ചിനെ ചെറുതായിട്ടൊന്ന് ഒരു പുഷപ്പ് ഉണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ. ഓപ്ഷണൽ ആണ്. വേണമെങ്കിൽ കൊടുക്കാം, വേണ്ടെങ്കിൽ കൊടുക്കേണ്ട എന്നുള്ളത്. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ടാഗ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. തികച്ചും ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് വരുമാനം വേണോ ഉപയോഗിക്കാം, വരുമാനം വേണ്ടേ ഉപയോഗിക്കണ്ട. പക്ഷെ നിങ്ങളുടെ വീഡിയോസിൽ ഇല്ലാത്ത ചില കാര്യങ്ങളെ നിങ്ങൾ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അത് വിപരീതമായി ബാധിച്ചേക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്ന വീഡിയോസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുന്നത് കുഴപ്പമില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ് എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ക്യാഷ് വേണോ, നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് തികച്ചും ഓപ്ഷണൽ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. വേണമെങ്കിൽ ഉപയോഗിക്കാം, വേണ്ടെങ്കിൽ ഒഴിവാക്കാം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു മൊബൈലിനെ കുറിച്ച് പറയുകയും അതേ പ്രൊഡക്റ്റ് തന്നെ ടാഗ് ചെയ്യുമ്പോൾ നിങ്ങളുടെ റീച്ച് കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൂടെ, റീച്ചിനെ സഹായിക്കുന്ന ആ ഒരു ഘടകം മാത്രമേ ഇതിലുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഏറ്റവും അവസാനമായിട്ട് 5ാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കൊളാബറേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഈ കൊളാബറേഷൻ എന്ന് പറയുന്ന ഓപ്ഷനും ഓപ്ഷണൽ ആണ്. വേണമെങ്കിൽ ഉപയോഗിക്കാം, വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ റീച്ചിനെ വർദ്ധിപ്പിക്കുമോ എന്നുള്ള ചോദ്യമാണ് എന്നുണ്ടെങ്കിൽ റീച്ച് വർദ്ധിക്കാം, റീച്ച് കുറയാം. എവിടെയാണ് ഈ റീച്ച് വർദ്ധിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ കാറ്റഗറിയിലുള്ള ഒരു വീഡിയോസുമായി അല്ലെങ്കിൽ ഒരു ചാനലുമായി നിങ്ങൾ കൊളാബറേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റീച്ച് കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നേരെ മറിച്ച് നിങ്ങളുടെ കാറ്റഗറി അല്ലാത്തൊരു ചില ചാനലുകളുമായി നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ വ്യൂസ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൊളാബറേഷൻ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. പക്ഷെ കൊളാബറേഷൻ ഓപ്ഷണൽ ആണ്. വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യേണ്ട. പ്രിയപ്പെട്ടവരെ, ഈ 5 ഓപ്ഷനുകൾ നിങ്ങൾ കൃത്യമായി ഉപയോഗിക്കുക. ഇതിൽ ഞാൻ പറഞ്ഞ ഈ അൾട്ടേർഡ് കണ്ടന്റും പെയ്ഡ് പ്രൊമോഷനും കൃത്യമായി നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇത് നിങ്ങളുടെ ചാനലിന് പിന്നീട്, എസ്പെഷ്യലി നിങ്ങൾ പെയ്ഡ് പ്രൊമോഷൻ ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ
എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. ആനിമേഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൾട്ടേഡ് കണ്ടന്റിനും പണി കിട്ടാൻ സാധ്യതയുണ്ട്. അൾട്ടേഡ് കണ്ടന്റിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള വീഡിയോസ് ഞാൻ എന്റെ ഇതിൽ ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ എന്റെ വീഡിയോസ് കയറി കാണാം. അതുപോലെ തന്നെ യൂട്യൂബ് പരമായിട്ടുള്ള എല്ലാവിധ വർക്കുകളും 100% ഉത്തരവാദിത്വത്തോടു കൂടി നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഉപകാരം എന്ന് തോന്നുന്ന പുതിയൊരു വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.